എന്നോട് ഡെസേർട്ടിൽ പോകാനല്ലടാ പറഞ്ഞത്, എന്നെ കൊല്ലാൻ കൊണ്ടുപോകണോടാ നീ. അയ്യോ അയ്യോ അയ്യോ, പുറകണ്ട് പുറകണ്ട്. എനിക്ക് നൈറ്റൊന്നും ഇഷ്ടമല്ല ഗേൾസ്. ഇതാണ് പൊളി, ഇതാണ് പവർ. തൊണ്ടയ്ക്ക് വേദനയെടുക്ക്, പനിയാണ്. അയ്യോ, ഇവ എന്നെ രക്ഷിക്കുമെന്നൊരു ഉറപ്പുമില്ല. ഇവ എങ്ങനെയും കൊണ്ട് എന്നെ ഈ വണ്ടിയോടിട്ട് ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കും. അതിനായിരിക്കും അവൻ്റെ പ്ലാൻ, വേറെ ഒന്നും ആയിരിക്കുകയില്ല. ഒരു പെണ്ണിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് അവസ്ഥ. നിങ്ങളെന്തിനാ പോണേ? അതെ അതെ, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ല ബ്രോ. അതെ അതെ, അത് എനിക്ക് മനസ്സോ. അതെ അത് നിനക്ക് എന്തോന്നാ കൊച്ചേ? പോയി, എല്ലാം പോയി. അങ്ങനെ നീങ്ങുന്നില്ല കൊച്ചേ. അറിയത്തില്ലാത്തോണ്ട് ചോദിക്കുക, തനിക്ക് എന്താണ്, നിനക്ക് എന്താടാ വേണ്ടത് നാറി? വിരല് വെച്ച് അങ്ങനെ കഴിച്ചിട്ട് ഞാൻ എന്നെ പറയാനാണ്? സത്യം പറ, നീ ആരാടാ? സൈക്കോയാണോ? നിന്നെ ഇഷ്ടം അയ്യോ നടവ. അയ്യോ, സൈക്കോ പറഞ്ഞ എന്നെ കൊല്ലൂലോ ദൈവമേ. അവളോട് ഞാനിപ്പോൾ എന്താ പറയാ? എനിക്കിഷ്ടം. യു കെ അറിയോ? ഞാൻ പോയിട്ട് വരാം. അയ്യോ, അപ്പൊ അങ്ങ് അത്രക്കാരുള്ളല്ലേ? അവന്റെ കൂടെയാണോ ദൈവമേ ഞാനിപ്പോ ഇവിടെ അത്രയും ദൂരം? അയ്യേ അയ്യോ, ഒരു കുണ്ടന്റെ കൂടെയോ? അയ്യേ ഗൈസ്, ഞാനത്രക്കാരനല്ല കേട്ടോ. അയ്യേ എൻ്റെ പൊന്നു കൊച്ച്.
എന്റെ പൊന്നു ഞാൻ ഞാനാ നിന്റെ അടുത്ത് കാല് പിടിക്കേണ്ടത്. ദൈവത്തെ ഓർത്ത് അവന്മാരെന്തു വേണേലും പറഞ്ഞോട്ടെ. സത്യം പറ, നീ ആരാണ്? ഓ സോറി 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 അറിഞ്ഞോണ്ടിരിച്ചില്ല. അയ്യോ സോറി 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 സോറി. കുഴപ്പമില്ല ചേട്ടാ. ഗേസ് ഇവൻ പെണ്ണല്ല, ഇവൻ ശരിക്കും ആണാണ്. ഓക്കെ, ആരും തെറ്റിദ്ധരിക്കണ്ട. പക്ഷേ ആരാണ് ഇങ്ങനെ പെൺവേഷം കെട്ടി വന്നതെന്നാണ് അറിയത്തില്ലാത്ത. ഗ്യാങ്ങിലുള്ള ഏതെങ്കിലും ഒരു മൊണ്ണാളായിരിക്കും, വേറെ ആരും അല്ല. അതെ സത്യം പറ, ആരാടാ പെൺവേഷം കെട്ടാൻ നിന്നോട് പറഞ്ഞ? നിന്നോട് പെൺവേഷം കെട്ടാൻ പറഞ്ഞ ആരാണെന്ന് അവൻ്റെ പേര് മാത്രം പറ. ഞാൻ കുട്ടി പറഞ്ഞ നീ പറഞ്ഞാണെന്നൊന്നും ഞാൻ പറയല. ഐ മീൻ ലില്ലിമോൾ. ശരി, എന്നാൽ പിന്നെ സംസാരിക്കാൻ പറ്റുമോ? വായുണ്ടോ? വാ വാ വാ. ബാനാണ്. നിനക്കെങ്ങനെ ബാൻ കിട്ടി? അപ്പം നീ ആണാണ്, മനസ്സിലായ? ആണായാലേ ബാൻ കിട്ടുന്നത്. അപ്പം നീ സൈക്കോ, ആച്ചിപ്പുണ്ട സൈക്കോ. ഇല്ല ഇല്ല. ഗേസ് എനിക്ക് നല്ല സംശയമുണ്ട് ഗേസ്, ഗ്യാങ്ങിലുള്ള ഏതേലും തലവഴികളായിരിക്കും ഈ പരിപാടി ചെയ്യുന്നത്. ഇതെന്താണ്? എനിക്ക് നോക്കട്ടെ. ஆப்பிரிக்கா, டான்சனியா. காலையில் வெப்பநிலை அதிகரிக்கும், மாலையில் குளிர் உடலை உறைய வைக்கும். എനിക്ക് ഇഷ്ടം, എനിക്ക് നിന്നെ ഇഷ്ടം ആയതുകൊണ്ടല്ലേ. ബ്രോ 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 ആണെന്ന് എനിക്കും അറിയാം. പക്ഷെ നീ ഗ്യാങ്ങിലെ ഏത് മരഭൂതമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇതുപോലെ കുറേ ഉടായ്പ ഞാൻ കണ്ടിട്ടുള്ള. സത്യം പറ, ആരാടാ നീ? സത്യം പറഞ്ഞു. അല്ല പറഞ്ഞില്ലേ ഗേസ്? എനിക്ക് തൊണ്ടയ്ക്ക് വേനേ ഗേസ്. ഞാൻ ശരി ഓക്കെ. അപ്പം ഇത്ര നേരം കാണാത്ത അവളെ ഇപ്പം എവിടെ നിന്ന് വന്നത്? പൊട്ടിമുളച്ച? നീ മിണ്ടത്തേ ഇല്ല. എങ്ങനെയാ ബാൻ കിട്ടിയത്? അല്ല പറഞ്ഞില്ലേ.
ഞാനേ തെറി ഇടിച്ചിട്ട ആയിക്കോട്ടെ, വിദ്യാഭ്യാസം കുറവാണല്ലേ. இவனெந்தடா என்னை பொறுத்த வரைக்கும் ஆண்கள் தான் லாஜிக்கலா யோசிப்பாங்க, பெண்கள் எல்லாமே எமோஷனலா தான் யோசிப்பாங்க. ரொம்ப கம்மியான பேர் மட்டும் தான் இந்த சவாலை ஏற்றுக்கிட்டு தைரியமா முன்னுக்கு வருவாங்க. இது உண்மையிலேயே ரொம்ப சுவாரஸ்யமா இருக்கு. ചിരിക്കണ്ട. இது എനിക്കൊരു വണ്ടി തരാവോ? ഒരു വണ്ടി തരുമോ? காடை இல்லாம இருக்கும். நான் இங்கே அடுத்த 21 நாளைக்கு நாம தான் ஃப்ரெண்ட்ஸ். എനിക്ക് ബുള്ളുണ്ടോ? ഒരു ബുള്ള് തരാമോ? ബുള്ള്. ஒரு தற்காப்பு கருவியை எடுத்து வர ஈஜேவுக்கும் கெல்லிக்கும் அனுமதி வழங்கப்படுகிறது. நான் இதை எடுத்து வரணும்னு ஆசைப்பட்டேன். இது உணவு வேட்டைக்கு நமக்கு உதவும், கூரை போட உதவும், நிறைய பல ശരിപ്പാ, ഈ വണ്ടിയുള്ളോ? ബുള്ളില്ലേ? ഇല്ല. ആണോ? ഓ ശരി ശരി ശരി. ഈ വണ്ടിയുണ്ട്, ബുള്ളില്ല അല്ലേ? ഞാനത് നമ്പണം. வேலையை படம்பிடிக்க ஒரு கேமரா வழங்கப்படுகிறது. இது வேலை செய்து ஒரு மைக்கும் இருக்கு. சவாலுக்கு தயாரா இருக்கியா? ஜெயிக்கிறதுக்கு நானும் தயாரா இருக்கேன். ഇത്രയും വിലയുള്ള ഈ വണ്ടി എടുക്കാമെങ്കിൽ നിനക്ക് കയ്യിൽ ബുള്ളില്ല. இந்த இடத்துல தான் இப்ப ഏ இருக்கோம். ആ ആ ആ ആ ആ வழங்கப்பட்டுள்ளது. എനിക്ക് ഇഷ്ടമില്ല ബുള്ള്. மலைப்பகுதியின் உச்சியில் தான் 21 நாட்களுக்கு ഓഹോ, ഓക്കെ ഓക്കെ ഓക്കെ. வெளியேறுவதற்கான இடம் குறிக்கப்பட்டுள்ளது. மீட்பு ஹெலிகாப்டருக்கு தகவல் கொடுக்க വണ്ടി വന്നതിന് ടാക്സേ. അയ്യോ, വണ്ടി എടുത്തോണ്ട് എങ്ങനെയും പോവാന്ന് വിചാരിച്ചു. ഞാൻ പാവാടയല്ലേന്നോ? സോറി, ഞാൻ അത്ര വലിയ പാവമൊന്നുമല്ല. ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, സത്യം പറ, നീ ആണല്ലേടാ? ആ, കൊലച്ചെറിയാ കേസ്, കൊലച്ചെരി. നോ. ഓക്കെ, ഏറ്റപ്പക്കട മോനെ, കളിക്കാൻ പറ്റില്ല. ചേട്ടൻ അയ്യോ, പറ ബ്രോ.
സുഖല്ലേ? പിന്നെ സുഖം കുറവാ ബ്രോ ഇപ്പൊ കുറച്ചു നേരമായിട്ട്. അല്ല ബ്രോ, ഈ പുറകിലിരിക്കുന്ന കുട്ടി സിംഗിളാണോ? ആ സിംഗിളാ ബ്രോ ബ്രോയ്ക്ക് വേണോ എടുത്തോ. ഡിപ്രഷനിലാണ്. എങ്ങനെയാ? ബോസ് ഡിപ്രഷനിലാണ് കുറച്ച് ദിവസമായിട്ട്. ഓ ഈ പെണ്ണുങ്ങളെ മാത്രം കാണുമ്പോഴേ ബ്രോയ്ക്ക് ഈ ഡിപ്രഷൻ മാറുള്ളൂ. കല്യാണം കഴിച്ചാൽ ഡിപ്രഷൻ മാറുമെന്നാണ് ഞങ്ങളൊരു. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ. അല്ലാണ്ട് ഈ പെണ്ണുങ്ങളെ കാണുമ്പോഴേ ഈ ഡിപ്രഷൻ കൂടുതലെങ്കിൽ ബ്രോയ്ക്കുള്ള അസുഖം വേറെയാ. അല്ലല്ല, സംഭവം എന്താ വെച്ചാല് ഞങ്ങളെ ബോസിന് ഒരു ഒറ്റപ്പെടൽ ഫീലാണല്ലോ. അപ്പൊ ബോസിന് സംസാരിക്കാൻ ഒരാളെ അതായത് കൂട്ടിക്കൊടുക്കുക. നിന്റെ പണി അതാണെന്നാണ് ഇപ്പൊ നീ പറഞ്ഞു വരുന്നത്, കൂട്ടിക്കൊടുപ്പ്. നമ്മളെ കൂട്ടുകാരന് വേണ്ടി ചെയ്തു കൊടുക്കുന്നു, അതേപോലെ ബോസിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നു. അതും കൂട്ടിക്കൊടുപ്പും അതും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും ഒന്ന് തന്നെ. നീ പെണ്ണ് പിടിക്കുന്നു, കൊണ്ടാക്കി കൊടുക്കുന്നു. ബ്രോ അങ്ങനെയല്ല ബ്രോ, ഇനിയിപ്പോ നല്ലൊരു ഫ്രണ്ട് ആയാലും മതി, സാധാരണ ആയാലും മതി ബ്രോ, ഞങ്ങളെ ബോസ് അഡ്ജസ്റ്റ് ചെയ്യും. വെറുതെ അല്ല, നിന്നെയൊക്കെ മടുത്തെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും നീ വേറെ ആളെ നോക്കി നടക്കണത്. പറഞ്ഞാ ശരിയാ, ദ്വാരം കൂടിയതൊക്കെ വലുതായി കാണും. സംഭവം ബ്രോ, ഞങ്ങളെ ബോസ് ഒറ്റക്ക് സംസാരിക്കാൻ ആരുമില്ല, ഒരു നല്ലൊരു ഫ്രണ്ട് ആയാലും മതി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഓക്കെ ഫൈൻ. അപ്പൊ എൻ്റെ മിസ്റ്റേക്കാ ബ്രോ. ഓക്കെ സോറി. അല്ല ബോസിന്റെ പേരെന്താണ്? ബോസിന്റെ പേരെന്താ ബ്രോ? ബോസിന്റെ പേരെന്താ ബ്രോ? ലുട്ടാപ്പി. ഓക്കെ. കാണാൻ പറ്റുമോ ഒന്ന്? ബ്രോ ഇപ്പൊ കാണാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാല് ഞങ്ങളെ ബോസിന് ചെറിയൊരു ബാങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അല്ലെങ്കിൽ സിറ്റിയിലെ ഒരു ഓക്കെ. ഒരു മിനിറ്റ് ഗൈസ്. ഈ ഓട്ടോമാറ്റിക് ഇത് മാറ്റാൻ ഒരു വഴിയില്ല ഗൈസ്. എന്തിനാ കൊച്ചേ എന്റെ പുറകെ ഇങ്ങനെ നടക്കണേ? ബ്രോ ഞങ്ങൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കി. ഈ ലിൽമോള് തോന്നുന്നു ബ്രോന്റെ കമ്മിയാണോ? ആണെങ്കിൽ നമുക്ക് സോറി കേട്ടോ. അല്ല എന്റെ പെങ്ങള. സോറി ബ്രോ, ഞങ്ങൾക്ക് നിങ്ങളെ പറ്റി പറയാൻ പാടില്ലായിരുന്നു. ഓക്കെ ഇല്ല. പെങ്ങൾക്ക് ഒരു അസുഖമുണ്ട്. പെങ്ങൾക്ക് അവള് കുറച്ചു ദിവസം കൂടെ ജീവനോടെ ഇരിക്കുള്ളൂ. ചെറിയൊരു അസുഖം, ക്യാൻസറാ. അപ്പൊ പുള്ളിക്കാരിക്ക് എൻ്റെ കൂടെ കുറച്ചു കാലം ഇങ്ങനെ കറങ്ങണം എന്ന് പറഞ്ഞപ്പോ സിറ്റിയിൽ കയറിയതാ. വടിയിലില്ലേ മോളെ? ഓക്കെ ബ്രോ. സന്തോഷം. താങ്ക്സ് ബ്രോ. ഓക്കെ ബ്രോ. പോയ അവള് ഭാഗ്യം.
ഇവന്മാരത് എവിടെയാണ് ഇവന്മാര്? ഗ്യാങ് ഹൗസിലോ? പോയിന്റ് പോയില്ല അല്ലേ? വണ്ടിയിലുണ്ടല്ലേ? ചേട്ടൻ എന്താ മനസ്സിലായില്ല. എന്താ പറഞ്ഞ? എനിക്കൊന്നും മനസ്സിലായില്ല. ചേട്ടൻ ഇപ്പില്ല പോവാന്നോ? ആ വിട്ടോ വിട്ടോ. ഓ പോലെ ഇപ്പൊ പോലെ. ഒരു മിനിറ്റ് എന്നെ ഒരു സ്ഥലത്ത് ആക്കിയിട്ട് പോ. നീ ഇറങ്ങി കഴിച്ചാൽ അപ്പൊ തന്നെ എന്റെ വണ്ടി പൊട്ടിത്തെറിക്കാം. അയ്യോ ആ ഇപ്പോൾ പോണ്ട് എന്നെ ഒരിടത്ത് ആക്കിയിട്ട് പോയാൽ മതി. ഇല്ലെങ്കിലേ വണ്ടി പൊട്ടിത്തെറിക്കും. ഇതെന്താണ് ഗൈസ്? മുതുമല ദൂരമോ? ഞാങ്ങോസ് അടുത്തല്ലേ? പിന്നെന്താണ് ഇത്ര ദൂരം കാണിക്കണേ? മുതുമല ഏത് ഗ്യാങ് ഹൗസിലാണ്? റോഡ് അപ്പുറം കിടക്കുന്നു, വണ്ടി ഇപ്പുറം പോകും. ഇനി നീ എവിടെ വേണേലും പോ. എടാ പോയിന്റ് ഒരു എടാ കൂവി. എടാ നിനക്കൊക്കെ എന്തിന്റെ കുഴപ്പടാ? പോയി മാറി നിൽക്കു കൊച്ചേ. ആ കഴിവേറി എവിടെ ഇരുന്നാണോ സംസാരിക്കുന്നത്? നീ എന്റെ തലേ എടാ സൈക്കോ. എടാ എന്തോന്നാടാ? എടാ ആരായാലും അവനോട് പറയടാ ഒന്നും. ഇനി അവന്റെ യഥാർത്ഥ പേരിലോട്ട് വരാൻ പറ. എടാ ഇത് റിയൽ ആണല്ലേ? നിനക്ക് അറിയാ ഇവനെ ആരാണ് എന്താണെന്ന്? ഇഷ്ടപ്പെടാനുള്ള കാരണം എടാ മോകരെ, തന്തേനെ കൂടെ നടത്തിയിട്ട് നാട്ടിൽ മൊത്തം തന്തേനെ അന്വേഷിച്ച് നടക്കല്ലേ നീ എന്ന് പറഞ്ഞ പോലെ നീ കാണിക്കല്ലേ. ഞാൻ അതൊന്നും എടാ പോയടത് കൊച്ചെ. നുണ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന് ഇരട്ടപ്പിള്ളേരുണ്ടാവട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പോടോ എടാ നിന്നെ ഞാൻ എന്തോടാ അവനാണ സത്യമായിട്ടും.
എടാ എടാ ആ ടൈപ്പിങ്ങിലേ അറിയത്തില്ല ഇവൻ ആണാണെന്ന്. എടാ ഈ ഊക്കല് കൂടുതലായിട്ടുണ്ട് കേട്ടോ. സീരിയസ് ആണ്, അവർക്ക് നിന്നെ ഇഷ്ടമാണ്. എടാ ഇതൊരാണോടാ? ആണാന്ന് എനിക്ക് മനസ്സിലായി. അത് ഏത് മൈരാണ്ടിയാന്ന് മാത്രം പറഞ്ഞു തന്നാ മതി. പയ്യെ പുറകെ പോയത് ഫ്രണ്ടി പാവച്ചേ. ഞങ്ങൾക്കൂലും ഇല്ല ഇത്രയും നല്ലത്. ഇവിടെ 4-5 കൊല്ലേ ഇതുവരെ നോക്കിട്ട് എടാ ഇത് സെറോക്സ് ആണോടാ? നീ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അവൻ പെണ്ണുവേഷം കെട്ടി പറന്ന് വരുമല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ലില്ലി വേറെ ആരും നോക്കിയിട്ടൊന്നുമില്ല. ലില്ലി പുതിയ ഫസ്റ്റ് ആയിട്ട് നിന്നെ ഇഷ്ടപ്പെട്ടതാ. സൗന്ദര്യാണോ? ഇറങ്ങടാ. ഈ വണ്ടി കത്തിച്ചാലോ? ഇറങ്ങടാ. ആരടാ പരിപാടിയാണോ? നിങ്ങളുടെ അടുത്ത് നടന്നാൽ കുടിക്കാനുണ്ടേ. നമ്മളൊരു കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്യാട്ടോ. ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. സാത്താന്റെ 50. ഇവൻ ചുമ്മാരെന്നാട്ടാ. അയ്യേ പെണ്ണും പിണ്ണൊന്നും എനിക്ക് വേണ്ട. അയ്യേ എന്റെ പൊന്നു കോച്ചാ, ഞാൻ കാല് പിടിക്കും. ഒന്ന് പോയി തരുമോ പ്ലീസ്? നാട് മൊത്തം നാണക്കേടാവും. എന്റെ പൊന്നു ചേട്ടന്റെ വേറെ ഒരെണ്ണം ഉണ്ടോ ചേട്ടന്റെ? നീ ഇല്ലാത്തൊക്കെ എന്തിനാ പറഞ്ഞു നടക്കുന്ന മോകരെ? എന്റെ മോകരെ ഒന്ന് വരോ? ഒരു കാര്യം പറയട്ടെ. ഒന്ന് വരോ പ്ലീസ്. വെള്ളം അടിയന്തരം പൊങ്കാലി ഞാൻ നിർത്തിയിട്ട്. എടാ പുണ്ടച്ചി മോനെ, പെണ്ണുവേഷവും കെട്ടിയിരിക്കുന്നു. നായിന്റെ മോനോട് തെറിയും പറയാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണല്ലോ ദൈവമേ. അതെ കുട്ടി, ഐ മീൻ ബ്രോയുടെ കഴപ്പ സൂക്കട എന്തോന്ന് അറിയത്തില്ലാത്തോണ്ട് ചോദിക്കുക. അപ്പമാര് എടാ ഞാൻ പിന്നെ എന്ത് പറയാനാണ്? പെണ്ണുവേഷം കെട്ടിക്കൊണ്ട് ഒന്നും പറയാനും പറ്റുന്നില്ല. പക്ഷെ വായന്ന് തന്തേരാൻ തരാ വരുന്നതും തരും. അങ്ങനെയെങ്കിലും പറഞ്ഞു എന്നെ പറഞ്ഞ മോഗ്ര പൊളിയാ. അങ്ങോട്ടില്ല കഴിവേറി. ഞാനേ ബാക്കോട്ടൊക്കെ ഒരു വെബ്സൈറ്റ് വിളിച്ച് സംസാരിക്കട്ടെ.
എടാ നീ എങ്ങോട്ടേലും കൊണ്ടുപോയി ഇതിനെ. അത് സാത്ത നീയെ പോലും ഇഷ്ടം പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല പോയടാന്ന്. പിന്നെ അതല്ലേ പോയടാണ്ട് പൊന്നു കൊച്ചേ ഒന്ന് പോയി തരോ പ്ലീസ്. അയ്യേ എടാ ഞാനൊന്നും അയ്യേ എടാ ഞാൻ എന്ത് ചെയ്യാനാണ് എന്റെ പൊന്നടാ പോവേ. നീ അതും കൂടെ പറഞ്ഞു നടക്കാം. മൈരം കേക്കണ്ട കണ്ടല്ലേ. മോകരെ ഇങ്ങോട്ട് നോടാ. മോകരെ ഇങ്ങോട്ട് നോണ്ടി. ഞാൻ മോകറിനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിച്ചോട്ടെ പ്ലീസ്. ഒന്ന് സംസാരിച്ചോട്ടെ. ഒന്ന് പോയി തരാമോ മോകര? വാടാ മോകർ വാ. ജീവിതം അവൾക്കില്ലാന്നൊക്കെ ഈ ലില്ലിന്ന് പറഞ്ഞ ചേച്ചി ഒന്ന് ഇവിടെ നിക്കാവോ? ഞാൻ ആ മോകറിനോട് ഒന്ന് സംസാരിച്ചോട്ടെ പ്ലീസ്. പ്ലീസ് എങ്ങനെയും ഒന്ന് രക്ഷിക്കും പ്ലീസ്. എങ്ങനെയാലും മോകരെ എടാ നല്ലൊരു ലവ് സ്റ്റോറിയാണ് ഇവിടെ പോയത്. ഇതെന്താ പെണ്ണ് കിട്ടിയത്? പെണ്ണ് വേണ്ട. സാത്താൻ സിംഗിള്. സാത്താന് പെണ്ണും വേണ്ട ഒന്നും വേണ്ട. ലില്ലിമോൾ എല്ലാവരും എന്റെ പെങ്ങള്. കേട്ടോ മാറി. മതിയടാ എല്ലാം നിർത്തടാ. എടാ നീയൊക്കെ ഏത് പെണ്ണിനെ വേണേ കഴിവേറിക്കോടാ. എനിക്കൊരു കുഴപ്പമില്ല. എന്നെ വിടറാ. എടാ എന്തുവാടാ ഇത്? എന്നതാടാ ഇത്? എന്റെ പൊന്നടാവേ. ഇതേ പെണ്ണ് പിന്നെയും പെണ്ണ്. ഇതോ മൊത്തത്തിൽ പെണ്ണോട് പെണ്ണെങ്കി എനിക്ക് വയ്യ. ഞാൻ ഇറങ്ങുവാ. എടാ മോകരെ എന്തിനാടാ എനിക്കിട്ട് പണ്ണാനല്ലേ? നീയൊക്കെ പണ്ണികളാ. ഗ്രൂപ്പില് ഏതിലും ആണുങ്ങള് ഫോട്ടോയോ വീഡിയോയോ എഡിറ്റ് ചെയ്തെടുത്തിട്ടെന്ന് ഞാൻ അറിഞ്ഞ. കല്യാണോ? എടാ കുഴിമന്തി ഉണ്ടോടാ? എന്റെ മുന്നിൽ വന്ന് നിക്കടാ. എന്റെ കല്യാണല്ലേ നിന്റെ കല്യാണം. അവന്റെ അടുത്ത് കുഴിമന്തി ഉണ്ടോ ഇങ്ങനെ? വാസുന്റെ കല്യാണം. വാസു നിന്റെ ആണോ? ആ ലില്ലിമോളിന്റെ എടാ
സെക്കൻഡ് ഇപ്പൊ സുഖമാണോ ബ്രോ? വേണല്ലോ. ശരി. കല്യാണം കൂടെ വേണ്ട, കല്യാണം ഉണ്ട്. ശരി. ചിലപ്പോ കാണുന്നുണ്ടോ? ശവത്തി കുത്തല്ലേടാ. എടാ എടാ വാസു നിന്നോട് കാര്യം പറ്റിക്കണ്ടോ? നിങ്ങട്ട് നിന്നെ ആരാണ് മരഭൂതമേ വിളിച്ചത്? ഞാൻ വാസുവിനെയാ വിളിച്ചത്. പോയി തരാവോ? വാസുടാ എടാ നിനക്ക് ഞാനൊരു സമ്മാനം തരട്ടെ? ആരും തരാത്തൊരു സമ്മാനമാ. ഈ ലില്ലിനെ നീ എടുത്തു, പകരം നീ എനിക്ക് മനസമാധാനം എന്ന് പറഞ്ഞ സാധനം തന്നാ മതി. നീ അങ്ങനെ പറയരുത്. എടാ വാസുടാ, വാസു നീ കൈ വഴിയില്ല. വാസു നീ കൈ വഴിയില്ല. എടാ നീ എടുത്തോടാ, നല്ല കുട്ടിയാടാ. മോളുണ്ടായിരുന്നു. ഇത് വരാൻ നടക്കാൻ പറ്റുന്നില്ല. എടാ പോയിന്റെടാ, രക്ഷിക്കടാ പ്ലീസ്ടാ. എടാ എന്തുവാടാ പോയിന്റ്? എടാ അതിനോടൊക്കെ ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞു കരുതി എനിക്കിട്ട് ഇത്ര വലിയ പണി തരണോടാ. എടാ മോകരേടാ. ഞാൻ പറഞ്ഞില്ലേ ലില്ലി എന്നെ മുമ്പ് പരിചയമുണ്ടോ? UK അറിയാം ലില്ലിക്ക്? ലില്ലി പറഞ്ഞ കേക്കിന് ലില്ലിക്ക് നമ്മൾക്ക് പരിചയമില്ല. ആ സാത്താൻ അറിയാമെന്നാ പറയണേ. അതിന് ഞാൻ എന്നെ എങ്ങനെ അറിയാനാണ്? നമ്മള് പിന്നെ ഭയങ്കര ഫേമസ് ആണല്ലോ. ഞാനെന്ത് മറ്റേ വിവലിന്റെ സോപ്പല്ലേ നാട്ടുകാർക്ക് മൊത്തത്തിൽ അറിയാം, പക്ഷെ സോപ്പിന് മാത്രം എന്റെ സോപ്പ് അറിയത്തില്ല പറയണ പോലെ. എടാ ഞാനൊന്നും പറഞ്ഞില്ല. എടാ വാചന കർമ്മണ മഹേന്ദ്ര. എടാ ഞാനൊന്നും പറഞ്ഞിട്ടില്ലടാ. എടാ നീയൊക്കെ എന്തിനാ നാട്ടുകാരെ മുഴുവൻ വിളിക്കുന്നത്? എടാ വാസു, എടാ ഞാൻ പറഞ്ഞത്. എടാ വാസു വാസു പോയിന്റ്. എടാ എന്നെ അടിച്ചേപ്പിക്കുന്നോടാ പോയിന്റ്. എടാ എടാ ഞാൻ ഇറങ്ങുവാടാ, ഞാൻ ഇറങ്ങുവാ. എനിക്ക് പെണ്ണും വേണ്ട പെടക്കോയും വേണ്ട, ഞാൻ ഇറങ്ങുവാടാ. പൊടി ഇതീ പോ. ഞാൻ ഇതിന്റെ പേടിയും ചാടിച്ചാവും ഞാൻ. അയ്യോ ഇവിടെയും പെണ്ണ്. അയ്യോ എടാ ഞാൻ ഇറങ്ങുവാ. എന്റെ ഫോണിൽ ചാർജ് ഉള്ള. അടിക്കാനാ? സിറ്റുവേഷൻ ആടാ. ഓക്കെ എടുക്ക പോവാ. ഓക്കെ ഗൈസ്, നമ്മുടെ സ്ട്രീമിങ് ഇത്ര ഉള്ളൂ. ഇതിന് ബാക്കി നാളെ ഉണ്ടാവുന്നതാണ്. എനിക്കറിയാൻ പാടില്ല. നേരത്തെ പറഞ്ഞില്ലേ UK ആണ് സപ്പോർട്ട് കൊടുക്കണേ സെക്കൻഡ് അക്കൗണ്ടിൽ. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ